നമസ്കാരം, ബിഗ് ബ്രദർ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്താ കാണാൻ പറ്റാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് സീറ്റ് പറഞ്ഞൊരു മത്സരമാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത്. ആ മത്സരത്തിൽ പവർ റൂമിൻ്റെ പവർ നേടാൻ വേണ്ടിയിട്ട് എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും ടീമായി പോയിട്ട് അവരുടെ എഗെയിൻസ്റ്റ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ മികച്ച ഒരു ടീമിനായിരിക്കും പവർ റൂമിൻ്റെ ഉത്തരവാദിത്വവും പവർ റൂമും ലഭിക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ സിബിനും ബാക്കിയുള്ള വ്യക്തികളും കൂടി പോയിട്ട് പവർ റൂമിൻ്റെ ടീമിൻ്റെ അടുത്ത് പോയിട്ട് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ഡുവൽ കണ്ടസ്റ്റൻസ് ആയിട്ടാണ് നിങ്ങൾ കളിക്കണത്, അത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല എന്നായിട്ട്. അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട്, എന്താ ഈ ഡുവൽ കണ്ടസ്റ്റൻസ് എന്ന് താങ്കൾ ഉദ്ദേശിച്ചത്? അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ജാസ്മിൻ ഒരു തവണ ഗബ്രി നോ പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി അതിനുശേഷം സംസാരിക്കുക പോലും ഇല്ല എന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഗബ്രി കൊടുക്കണതിൻ്റെ ഇടയിൽ ജാസ്മിൻ കയറിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി, ലൈവ് എക്സാമ്പിൾ തന്നെ നമുക്ക് കാണാൻ കിട്ടിയെന്നായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ നല്ല ഒരു കിടിലൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് സിബിൻ തോന്നണത്. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സിബിൻ ഒരു നല്ലൊരു കിടിലൻ വൈൽഡ് കാർഡ് ആണോ അല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഈ സിബിൻ പറഞ്ഞ ഉണ്മയം മീൻസ് ഡുവൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് കളിക്കണം എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണോ നുണയാണോ എന്നും താഴെ കമൻറ്റ് ചെയ്ത് പറയുക. നന്ദി, നമസ്കാരം.